ഹലോ, വെൽക്കം ടു നെതർലാൻഡ്സിലെ ഒരു മലയാളി കപ്പിൾ. ഇന്ന് നമ്മൾ ഒരു കപ്പിളല്ല, 2 കപ്പിളുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് മുതൽ ഞാൻ ഇവരെ കാണുന്നതാണ്. എപ്പോഴും എന്ത് പ്രശ്നം വരുമ്പോഴും എന്ത് കാര്യം വരുമ്പോഴും ഞാൻ ഇവരുടെ അടുത്തേക്കാണ് ആദ്യം ഓടുക. രണ്ടുപേരും തമിഴാണ്, അതുകൊണ്ട് ഈ വീഡിയോയിൽ കുറേ തമിഴ് കേൾക്കാൻ പറ്റും. ഏട്ടൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഏകദേശം 6 മാസം ഗ്യാപ്പ് പോലെയായിരുന്നു നടന്നത്. കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ മിക്കവാറും എല്ലാ ട്രിപ്പുകളും ഇവരുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾ അടുത്തടുത്ത് താമസിച്ചുകൊണ്ട് തന്നെ എപ്പോഴും നൈറ്റൊക്കെ പുറത്ത് കറങ്ങാൻ പോകണം എന്നൊക്കെ തോന്നുമ്പോൾ വേഗം വണ്ടി എടുത്ത് അവരുടെ അടുത്തേക്കും, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വണ്ടി എടുത്തിട്ട് വരും. ആ സമയമൊക്കെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞു പോയ സമയങ്ങളൊന്നും തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നെതർലാൻഡ്സിലുള്ള ഒരു ഫാൻറ്റസി തീംഡ് ആയിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ്. എഫ്തലിംഗ് എന്നാണ് പാർക്കിൻ്റെ പേര്. സാപ്പാട് ടൈം. എന്നെ ഇന്ന് കണ്ട ഒരു പേഷ്യൻ്റ് പോലെയല്ലേ, വേറെ ഒന്നുമല്ല, എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. പക്ഷെ ട്രിപ്പ് എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അസുഖമാണെങ്കിൽ ട്രിപ്പ് പോവാം എന്നല്ലേ വിചാരിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു വരുമ്പം ഇവരും കൂടെ ഉള്ളതുകൊണ്ടാണ് അത്ര സന്തോഷത്തിൽ ഇങ്ങ് വരാൻ തോന്നിയത്. ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ചു വരണ്ടെന്നായിരുന്നു. പിന്നെ അവരുണ്ടായിരുന്ന കുറച്ച് ഡേയ്സ് ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് പോയി എന്ന് പറയാം. പിന്നെ അറിയാലോ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് താമസിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വല്ലാത്തൊരു സൈലൻസ് ആയിരിക്കും. அப்புறம் நாங்க சாப்பிட்டு முடிச்சிட்டோம். திரும்பவும் கார்ல ஏற போறேன். பாய். See you on next video. ഇങ്ങനെ പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കായിരുന്നു ചെക്കിനായത്. എഫ്തലിങ്ങിന് തൊട്ടടുത്തുള്ള ഒരു ലൂൺഷെലാൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരം, ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് പാർക്കുള്ളത്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ട് ഹോട്ടലിലേക്ക് നടന്ന് പോയി. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പാർക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ഏതാണ്ട് ഈവനിങ് ആവും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം പാർക്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നാളെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് ഓപ്പൺ ആവുക. പക്ഷെ നമുക്കൊരു 9:30 പോകാൻ പറ്റും. അപ്പോൾ നാളത്തെ ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എനിക്ക് ഇവിടുത്തെ റൂം ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ള റൂമായിരുന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തേക്കുള്ള വിൻഡോയിൽ കൂടെയുള്ള വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമായിരുന്നു ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വേഗം ഒന്ന് ഫ്രഷായിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. കാരണം ഇനി കുറച്ച് സമയം ബാക്കിയുള്ളൂ. അപ്പോൾ ആ നൈറ്റ് ലൈറ്റിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾ നെതർലാൻഡ്സ് 1 ഇയറിൽ ക്രിസ്മസ് ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ട് ജയശ്രീക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞിരുന്നു ഞങ്ങൾ വരുമ്പോൾ നമുക്ക് പോവാം അവിടെ എന്നൊക്കെ. അങ്ങനെയാണ് ഈ ട്രിപ്പ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഈ ജാക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല. കേട്ടാണോ? തല നോക്കി പറക്കുന്നേ. ശരിയാക്കാം. കറക്റ്റായോ? ഞാൻ തലയിൽ കെട്ടത് ഇവിടെ ഈസി. നിന്റെ മുടിയാ കൊടുക്കുന്നുണ്ട്. I am a freak girl அப்படின்றாவ. Freak yo. Let's come in. ഇരെ 1 2 3. എനിക്കിവിടെ ഇഷ്ടം, ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വേൾഡിലെത്തിയ പോലെ, ഒരു ഫാൻറ്റസി വേൾഡിലെത്തിയ പോലെ തന്നെ ഉണ്ടാവും. ആ മ്യൂസിക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നതും ഒക്കെ. കൂടുതലും കുട്ടികളെ കൊണ്ടുവരുന്ന ആൾക്കാരായിരുന്നു, ചെറിയ കുട്ടികളൊക്കെയുള്ള ആൾക്കാരായിരുന്നു കൂടുതലും ഉള്ളത്. ഈ സമയത്ത് വലിയ തണുപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ജാക്കറ്റൊക്കെ ഇടാണ്ടിരിക്കുന്നത്. പിന്നെ പനി ആയതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ஸ்நாக்ஸ்
ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച ഇതാണ്. ഇവിടെ ചുമ്മാ പോയി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ നല്ല രസമായിരിക്കും. സ്ട്രേഞ്ചർ കുറേ നടന്ന് ടയേർഡായി. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ വണ്ടി മുമ്പോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിട്ട് ഒരു ബർഗറൊക്കെ വാങ്ങി കഴിച്ച് പോയ എനർജി നമ്മൾ തിരിച്ചെടുത്തു. ഇനിയിപ്പോൾ പിന്നെയും കറങ്ങാം. അപ്പം ഇന്ന് മിക്കവാറും ഇത് ക്ലോസ് ചെയ്യുന്നവരെ ഇതിൻ്റെ അകത്തുള്ള ഈ നടത്തം തന്നെയായിരിക്കും. കുറേ റൈഡ്സിൽ കയറാനുണ്ട്. ഇപ്പം നമ്മളൊരു റൈഡിനുള്ള ക്യൂവിലാണ് നിൽക്കുന്നത്. ഈ ക്യൂ കാണുമ്പോഴേ എനിക്കിതിൽ കയറാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോവും. പിന്നെ എനിക്കിതുപോലത്തെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ റൈഡിൽ കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനെതിനെ ഇതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നതല്ലേ. പക്ഷേ അതിൻ്റെ അകത്തുള്ള ഭംഗി അതിൻ്റെ അകത്തല്ലേ കിട്ടുള്ളൂ, വേറെ എവിടെയും പോയി കിട്ടില്ല. ഇതൊരു ബോട്ട് റൈഡായിരുന്നു. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നത്. അല്ലാതെ ഇങ്ങനെ ഒത്തിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ്സിൽ റോളർ കോസ്റ്ററിലൊക്കെ കയറുന്നത് അതെന്നെ കൊണ്ട് പറ്റില്ലാത്ത കാര്യം. ഭയങ്കര പാടായിരിക്കും. പിന്നെ അന്നത്തെ ഡേ മൊത്തം അങ്ങനെ പോകും. പിന്നെയും വിഷമം. കുറേ നടന്നുകൊണ്ടിരിക്കുമ്പം കുറേ കടകളും കാണുമ്പോൾ നമുക്ക് പിന്നെയും വിഷമമുകൊണ്ടിരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഏട്ടാ എല്ലാവരും പിന്നെ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോയ്ക്ക് കയറി. പക്ഷേ ഡച്ചിലായിരുന്നതുകൊണ്ട് പകുതി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡച്ച് അറിയാത്തവർ ഇങ്ങനത്തെ ഷോയ്ക്ക് കയറിയിട്ടൊരു കാര്യമില്ല. കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു വാട്ടർ ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് വെയിറ്റ് ചെയ്തത് വെറുതെ അല്ല എന്ന് പറയാം, അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു റിയലായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ തീയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യണോ അല്ല ഞാൻ തന്നെ നോക്കണോ, അങ്ങനെ കൺഫ്യൂസായി കുറേ പാട്ടൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആ ഒരു ലൈറ്റിൽ ആ നൈറ്റ് ടൈം നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ മനസ്സോടെ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. ഒത്തിരി സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വളരെ കുറച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ അവസാനം വന്ന ആ ഡെസേർട്ട് മാത്രമേ കഴിച്ചുള്ളൂ എന്ന്. അത്രയ്ക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ചിട്ടുണ്ടാവും. പാതി പട്ടിണിയിൽ പോയി എന്ന് വരെ പറയാം. അപ്പം ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ചെയ്തു എന്ന് പറയാം.
അങ്ങനെ ഭയങ്കര മനോവിഷമത്തോടെയാണ് അന്ന് രാത്രി ഉറങ്ങാൻ പോയത്. വേറെ ഒന്നുമല്ല, എപ്പോഴും പുറത്ത് പോകുമ്പോൾ ബർഗർ ആയിരിക്കും കഴിക്കുക. ഇന്ന് ഞങ്ങൾ ഓക്കെ ഇന്ന് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ എന്തൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ എപ്പോഴത്തെയും പോലെ നമുക്ക് ടേസ്റ്റിന് പിടിക്കാത്ത സാധനങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ റെഡി ആയിട്ട് വീണ്ടും ഞങ്ങൾ പോവാണ് എത്തലങ്ങിലോട്ട്. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എത്തലങ്ങിലോട്ട് പോകും. തലേ ദിവസം ഡിന്നർ കഴിക്കാൻ പറ്റാത്ത വിഷമം മൊത്തം ഞാൻ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എത്തും. എനിക്ക് കഴിച്ചിട്ടുണ്ടാവും രാവിലെ എന്ന് പറയാം. എല്ലാത്തിലും എഗ് 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 എല്ലാത്തിലും എഗ് 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 എഗ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ എഫ്തലിങ്ങിലോട്ട് പോയി. ഈ റൈഡിലാണ് അവരിനി കയറാൻ പോകുന്നത്. എൻ്റെ അമ്മയെ എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയായിരുന്നു. കാരണം ഞാനിതിൽ ഫസ്റ്റ് ഒരു ഹൈറ്റിൽ നിന്ന് വീഴുമ്പോഴത്തേക്കും തന്നെ എൻ്റെ ബോധം പോവും. എനിക്ക് സെൽവയ്ക്കും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ജയശ്രീനെയും ഏട്ടനെയും അതിൽ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ പുറത്ത് എപ്പോൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് ടൈം ഇതുപോലത്തെ റൈഡ്സിലൊക്കെ സെൽവയൊക്കെ വന്നിട്ട് കയറാം, ഇന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് കൊണ്ടുപോയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല. ആ റൈഡിൽ കയറിയതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയായി. ഇനി അടുത്തടുത്തൊക്കെ ഏതൊക്കെ റൈഡിൽ കയറണം എന്നൊക്കെ മാപ്പൊക്കെ നോക്കി ഓരോ റൈഡ് അന്വേഷിച്ച് നടക്കലായി, ക്യൂവിൽ നിൽക്കലായി. അങ്ങനെ പോയി അന്നത്തെ ദിവസം. എനിക്കാണെങ്കിൽ എന്ത് ട്രിപ്പിന് പോകുമ്പോഴും എപ്പോൾ പോകുമ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമില്ലാണ്ടിരിക്കില്ല. ഇപ്പോൾ ഈ പ്രാവശ്യമാണെങ്കിൽ ഇന്നലത്തേനേക്കാട്ടിയും പനിയായിരുന്നു. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും രാവിലെ ഇറങ്ങുമ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ തണുപ്പ് കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ കുറച്ച് വയ്യാണ്ടാവാൻ തുടങ്ങി, നടക്കാൻ പറ്റാണ്ടായി. പിന്നെ ഞങ്ങൾ കുറേ റെസ്റ്റൊക്കെ എടുത്ത് കുറേ ഇരുന്ന് എനിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ കുഞ്ഞു റൈഡ്സിലൊക്കെ കയറാൻ തുടങ്ങിയത്. ഇവിടെ വരുമ്പോൾ ഒത്തിരി നടന്ന് ടയേർഡായി, ഒത്തിരി റൈഡ്സൊക്കെ കയറി ടയേർഡായി കഴിയുമ്പോൾ ഇതിൽ കയറിയിരുന്നാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ റെസ്റ്റ് എടുത്ത് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ ഈ ഒരു റൈഡിൽ കയറിയപ്പം എന്തൊക്കെയാണ് ചുറ്റിലും സംഭവിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഒരു മാജിക് പാലസിനകത്ത് പോയ പോലെ ഉണ്ടാവും. കുറേ നമ്മുടെ ചുറ്റിലുള്ള വ്യൂസ് മൊത്തം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് നമുക്ക് കുറേ സജഷൻസ് ഒക്കെ പറയും. അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് നമ്മളുടെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല എന്തൊക്കെയാണ് കണ്ടതെന്ന്. എല്ലാ റൈഡും കയറി ടയേർഡായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നടക്കാൻ വയ്യ, ഇനി എനർജി ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവസാനം ഒരു മൂവി കണ്ടിട്ട്, ഒരു ഷോ ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് ഞങ്ങൾ തിരിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പം ആ മൂവി കാണാൻ പോവാണിപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ടാറ്റയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അത്രയുള്ള ഈ വീഡിയോ. എനിക്കൊരു വീട്ടിലേക്ക് നേരെ പോവും. ചാ